പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെ പറ്റി പഠിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു അവലോകനം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ പഠിച്ച ബൈബിളിലുള്ള ഭാഗങ്ങളുടെയെല്ലാം കൂടെ ഒരു അവലോകനം ചുരുക്കമായിട്ട് 1-2 ഭാഗങ്ങളായിട്ട് അരമണിക്കൂർ വീതമുള്ള 2 ഭാഗങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾക്ക് ചിന്തിച്ചേക്കാം, റെബേക്കായ്ക്ക് ശിക്ഷ വന്നു, എന്തുകൊണ്ട് അപ്പോഴേ ഇസ്ഹാക്കിനെ വെറുതെ വിട്ടോ? ഇല്ല, ദൈവം അതിൻ്റെ ശിക്ഷ കൊടുക്കും. കാരണം എന്താ? അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് യാക്കോബിൻ്റെ. എങ്കിലും താൻ ചെയ്യേണ്ടുന്ന കടമകൾ ചെയ്തില്ല. അത് ജഡിക തൃപ്തികൾക്ക് വേണ്ടി അദ്ദേഹം ദൈവവുമായിട്ടുള്ള ബന്ധം മാറ്റിവെച്ചു. ദൈവത്തെ കൂടുതലായിട്ട് ബന്ധപ്പെടാൻ, എപ്പോഴും ദൈവത്തിലായിരിക്കാൻ തൻ്റെ പിതാവായ അബ്രാഹത്തെ പോലെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ജഡിക തൃപ്തികൾക്ക് വേണ്ടി ശ്രമിച്ചാൽ അവിടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകും. അത് നമുക്കെല്ലാവർക്കും ഇത് ഒരു മാർഗദർശകമായിട്ടാണ് ഇതിൻ്റെ ഗ്രന്ഥരചയിതാവ് ഈ ചരിത്രഭാഗം ചേർത്തിരിക്കുന്നത്. നമ്മളത് ചിന്തിക്കുന്നില്ല, നമ്മൾ വായിച്ചങ്ങ് തള്ളുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ പറയുന്നുണ്ട്, അബ്രാഹത്തിന് ശക്തി ക്ഷയിച്ചു, കാഴ്ച മങ്ങി, അവിടെ നടക്കുന്നതൊന്നും ഇസ്ഹാക്കിന് അറിഞ്ഞുകൂടായിരുന്നു. അറിയാൻ പറ്റിയില്ല ഇതൊക്കെ ഇങ്ങനെ ആയപ്പോൾ. അവിടെ എന്ത് നടക്കുന്നുവെന്ന് ഭവനത്തിൽ, മക്കളിൽ, ഭാര്യയിൽ എങ്ങനെയാണെന്ന്. അതുകൊണ്ട് എന്തെല്ലാം പറ്റി? ദൈവത്തിന് ആ നീതിയുണ്ട്. ഞാൻ റബേക്കയുടെ കാര്യം പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ നീതി താൻ തിരഞ്ഞെടുത്ത മനുഷ്യരുടെ മേലായാലും ആ നീതി നടപ്പാക്കും, ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ. അത് ഇസ്ഹാക്കിന് എന്ത് പറ്റി? താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന, താൻ അനുഗ്രഹിക്കാനായിട്ട് ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന മകന് അനുഗ്രഹങ്ങൾ കൊടുക്കാൻ സാധിച്ചില്ല. പകരം മറ്റു മകന് തട്ടിയെടുത്തു. താൻ അധികം ഏറ്റവും പാരമ്പര്യമായിട്ട് കൊടുക്കേണ്ടുന്ന മകന് കൊടുക്കാൻ പറ്റിയില്ല. ആ നഷ്ടബോധം അദ്ദേഹത്തിന് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നിരിക്കും. കാരണം ഇതാണ്, അദ്ദേഹത്തിന് എന്തുകൊണ്ട് കാഴ്ച മങ്ങി? ഇനി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ട് അത് ശക്തി ക്ഷയിച്ചു? നമ്മൾ അതിന് ശേഷം ഇങ്ങോട്ട് പുറപ്പാടൊക്കെ നോക്കുമ്പോൾ, പുറപ്പാട് 34-ാം അധ്യായം 33-35 വരെയുള്ള അധ്യായങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ നിയമാവർത്തനം 34-ാം അധ്യായം 7-ാം വാക്യങ്ങൾ പറയുന്നുണ്ട്, മോശയുടെ മുഖം മങ്ങുകയോ കണ്ണുകൾ മങ്ങുകയോ ശക്തിയിൽ ക്ഷയിക്കുകയോ ഒരിക്കലും ചെയ്തില്ല. മരണം വരെ അങ്ങനെയായിരുന്നു. മോശയുടെ കണ്ണുകൾ ദീപ്തങ്ങളായിരുന്നു, പ്രകാശം വമിക്കുന്നതായിരുന്നു. മുഖവും അതുപോലെ തന്നെ പ്രകാശസ്ഫുരണങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഈ പറയുന്നത്, അതുകൊണ്ട് മോശ എന്ത് ചെയ്യുന്നു? മനുഷ്യരുടെ മുൻപിൽ വരുന്നതിന് വേണ്ടി അവരോട് സംസാരിക്കുമ്പോൾ, അവരോട് കൂടെ ആയിരിക്കുമ്പോൾ മൂടുപടം അണിഞ്ഞുകൊണ്ടാണ് നിന്നത്. കാരണം അവർക്കല്ലെ കാഴ്ച മങ്ങും, മനുഷ്യർക്ക് കാണാൻ പറ്റുന്നില്ല, മുഖം നോക്കാൻ സാധിക്കത്തില്ല, കണ്ണ് മങ്ങിപ്പോവും, മഞ്ചിപ്പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ മൂടുപടം അണിഞ്ഞിരുന്നു. അപ്പോൾ അത്രയ്ക്ക് പ്രകാശമാനമായിരുന്നു മോശയുടെ കണ്ണുകളും മുഖങ്ങളും. എന്താ കാരണം? മോശ ജഡത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം ജയിച്ചവനായിരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി അത് ആഗ്രഹിച്ച് ആരാഞ്ഞറിഞ്ഞുള്ള ഒരു ജീവിതമായിരുന്നു മോശയുടേത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇവിടെ ഇസ്ഹാക്കിന്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദൈവമായിട്ടുള്ള ബന്ധത്തിന് വിള്ളൽ വീണു. ജഡിക താല്പര്യങ്ങൾക്ക് വേണ്ടി, ആഹാര രുചി എന്ന ജഡിക താല്പര്യം, അതായിരുന്നു ഏറ്റവും വലിയ ഒരു ദോഷം. അത് സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയായിരുന്നു, അല്ലാതെ അതിന് മാറ്റമില്ലായിരുന്നു. അപ്പോൾ അതിന് വന്ന ദൈവം കൊടുത്ത ശിക്ഷയായിരുന്നു. അപ്പോൾ ഇസ്ഹാക്കിൻ്റെ ഇഷ്ടങ്ങളൊന്നും അവിടെ നടന്നില്ല. അതല്ല നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ,
നിങ്ങൾ ഈ വീഡിയോ പൂർവ്വ പിതാവ് ഇസാക്ക് എന്ന എൻ്റെ വീഡിയോ ഭാഗം 2 കാണുക. പലപ്പോഴും അത് കേൾക്കണം. കൂടുതൽ കേൾക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്കും കൂടെ അതൊരു ആശ്വാസമാകും. കാരണം നമ്മൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇതുപോലുള്ള തിന്മകളൊക്കെ തെറ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലരോടും പലപ്പോഴും വരാറുണ്ട്. നമ്മളതിനെയൊന്നും കാര്യമാക്കത്തില്ല. അതുകൊണ്ട് അത് കണ്ട് നമ്മൾക്കും ഒരു മാറ്റം വരേണ്ടതായിരിക്കും. നമുക്കും പ്രകാശത്തിലായിരിക്കും നമ്മളും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കേണ്ടുന്നവരാണ് ദൈവത്തിൻ്റെ കൂടെ ആയിരുന്ന്. നമ്മുടെ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് നമ്മൾ പ്രകാശിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരെ നമ്മൾ കാണുന്നത്? സാധുക്കളെയും എളിയവരെയും വിധവകളെയും സഹായം അർഹിക്കുന്നവരെയൊക്കെ നമ്മളെങ്ങനെ കാണുന്നു? അതുപോലെ തന്നെ ഉപവാസ പ്രാർത്ഥനകൾ നടത്തുന്നു. ഉപവാസം യഥാർത്ഥത്തിൽ അതാണോ ഉപവാസം? പ്രവാചകന്മാരൊക്കെ യേശയ്യായും ജെറമിയായും ഒക്കെ പറയുന്നത് ഇതാണോ? എല്ലാവരും പറയുന്നുണ്ട് ഈ ഉപവാസങ്ങൾ. നമ്മുടെ ഉപവാസം ദൈവം സ്വീകരിക്കുന്നു. എന്തോ ഉപവാസമാണത്? ഉപവാസം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് വളരെ നല്ല ഭോജ്യങ്ങൾ ശരീരത്തിനും നാവിനും രുചികരമായ ആഹാരങ്ങൾ കഴിച്ച് അവസാനിപ്പിക്കുന്നതാണ് ഉപവാസം. എന്നിട്ട് ആഹാരം കഴിക്കുക. ആരും അറിഞ്ഞു ഇത് ഉപവാസം അതിനു മുമ്പ് ഉണ്ടായിരുന്നത്. ആഹാരം കഴിക്കുന്നില്ലെന്ന്. ആഹാരം കഴിക്കാതിരിക്കുന്നതല്ല ഉപവാസം. ദൈവത്തോടു കൂടിയായിരിക്കുകയാണ്, വസിക്കുകയാണ് ഉപവാസം എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ പ്രകാശിക്കണം. നമ്മുടെ ഭാവങ്ങളും രൂപങ്ങളും എല്ലാം മാറണം. ഇവിടെ മോശയ്ക്ക് പോലെ. പ്രിയപ്പെട്ടവരെ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയും മറ്റുള്ളവർക്ക് ധാരാളമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്ത് സുവിശേഷവും പ്രചരിപ്പിക്കുക. എല്ലാവരും അത് വായിച്ച് ഗ്രഹിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ. നിങ്ങളിത് പ്രചരിപ്പിക്കുമ്പോഴും നിങ്ങൾക്കും നിങ്ങളുടെ ഭവനത്തിനും അനുഗ്രഹമായിരിക്കും. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.